Good afternoon, everyone. Is the audio clear? Background disturbance ഒന്നുമില്ലല്ലോ. Audio clear അല്ലേ? നിങ്ങൾക്ക് ശരിയായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? Okay, so it's been some long time. ഒരു 1 week ആയില്ലേ? Almost ഒരു week ആയി നമ്മൾ കണ്ട് പിരിഞ്ഞിട്ട്. Right. So നമ്മുടെ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്ന ക്ലാസ് ഫണ്ടമെന്റൽസ് ആയിരുന്നു. How to read a profit or loss statement, how to read a balance sheet, how to read a cash flow statement എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. So again I'm going to take you another session. CMA part 2 വേറൊരു സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. I hope introduce ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൈ നെയിം ഇസ് റസീന ആൻഡ് CMA part 1 and part 2 ക്വാളിഫൈഡ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വിദ്യാരൂപയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് നമ്മുടെ CMAയുടെ പാർട്ട് 2 സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ പാർട്ട് 1 ഉണ്ട്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, the entire syllabus of the CMA US exam is divided into 2, right? പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. നമ്മൾ പാർട്ട് 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലേറ്റർ ഓൺ നമ്മൾ പാർട്ട് 1 എടുക്കും. സോ ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി നിങ്ങൾക്കൊരു ഒരു അവയർനെസ് ഉണ്ടായിരിക്കും എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഈ പാർട്ട് 1 ആയാലും പാർട്ട് 2ലും ഉണ്ടാകുന്നുള്ളത്. ആഫ്റ്റർ ടെല്ലിംഗ് ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു ദ സബ്ജക്ട്, റൈറ്റ്? സോ പാർട്ട് 2 നമ്മൾ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള പോർഷൻ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പാർട്ട് 1 പോകുന്നുള്ളൂ. അതിൽ പാർട്ട് 1 നമ്മൾക്ക് 6 സബ്ജക്ട്സ് അത്, റൈറ്റ്? ഫസ്റ്റ് സെക്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, സെക്ഷൻ ബി കോർപ്പറേറ്റ് ഫിനാൻസ്, സെക്ഷൻ സി ഡിസിഷൻ അനാലിസിസ്, സെക്ഷൻ ഡി റിസ്ക് മാനേജ്മെന്റ്, സെക്ഷൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, സെക്ഷൻ ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഇതാണ് നമ്മുടെ സിലബസ്. സോ ലേറ്റർ ഓൺ 2019 വരെ നമ്മൾക്ക് ഓരോ സബ്ജക്റ്റിനുള്ള വെയിറ്റേജിലായാലും കണ്ടൻസിലായാലും കുറച്ച് മാറ്റമുണ്ട്. 2020 ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് റിവിഷൻസ് വന്നിട്ടുണ്ട്. ആസ് പെർ ദ റിവൈസ്ഡ് ടേംസ് ഓരോന്നിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ 20% ടോട്ടൽ CMA എക്സാമിന്റെ പാർട്ട് 2 എക്സാമിന്റെ 20% കവറേജ് എന്തിനുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനുണ്ട്. കോർപ്പറേറ്റ് ഫിനാൻസിന് 20% ഉണ്ട്. ഇനി ഡിസിഷൻ അനാലിസിസ് 25% ഉണ്ട്. റിസ്ക് മാനേജ്മെന്റിന് 10%, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന് 10%, പ്രൊഫഷണൽ എത്തിക്സിന് 15%. സോ വെൻ യു അനലൈസ് ഇറ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും decision analysis. So I'm going to deal you the section C, decision analysis. അപ്പൊ decision analysis 25% ആണ് കവറേജ് ഉള്ളത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഈ ടോട്ടൽ നമ്മുടെ CMAയിലത്തെ പാർട്ട് 2 സിലബസിലെ ഏറ്റവും കൂടുതൽ പോർഷൻസ് കവർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് ഡിസിഷൻ അനാലിസിസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു ഡിസിഷൻ അനാലിസിസ്. As far as I'm concerned, it is much simple. കുറച്ചുകൂടെ സിമ്പിൾ ആണ്, കുറച്ചുകൂടെ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റ് സബ്ജക്ട്സ് പോലെയല്ല, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ഈ ഡിസിഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So this is just an overview of what we are going to deal. CMA part 2 കണ്ടന്റ് ആണ് ഇതൊക്കെ. ആൻഡ് ഇൻ ദ ഡിസിഷൻ അനാലിസിസിൽ മെയിൻ ആയിട്ട് നമ്മൾ 3 തരം തിരിച്ചിട്ടുണ്ട്. സോ വി ആർ ഹാവിങ് കോസ്റ്റ്. ഒന്ന് ആ ഒരു ടോട്ടൽ ടോപ്പിക്കിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഓർ CVP അനാലിസിസ്, ആൻഡ് സെക്കൻഡ് മാർജിനൽ അനാലിസിസ് ആൻഡ് പ്രൈസിങ്. ഇത് 3 നമ്മൾ ആ ഒരു സെക്ഷൻ C ഡിസിഷൻ അനാലിസിസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 മൊഡ്യൂൾസ് ആക്കി തിരിക്കാന്നുണ്ടെങ്കിൽ ദിസ് ആർ ദ 3 മൊഡ്യൂൾസ്. ഫസ്റ്റ് വൺ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, മാർജിനൽ അനാലിസിസ്, പ്രൈസിങ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇൻ ദ ഡിസിഷൻ അനാലിസിസ് എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോപ്പ്ഫുള്ളി യു മേ ഹാവ് ലേൺഡ് നിങ്ങളുടെ കോസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സസ് കഴിഞ്ഞതിന്റെ പേരിൽ ഓൾമോസ്റ്റ് കുറച്ച് പേര് BCom ആണ്, 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഐ മീൻ വൺ ഓൺലി ഫ്രം BBA ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൂ. നിങ്ങൾ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾക്ക് കുറച്ച് ഏരിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇഫ് ഐ എം സേയിങ് ദാറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇഫ് ഐ എം സേയിങ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്, ക്വയറ്റ് പ്രോഫിറ്റ്, അങ്ങനത്തെ ടേംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി യു മേ ഹാവ് ലേൺഡ് ഇൻ യുവർ ഡിഗ്രി ക്ലാസ്സസ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ആൻഡ് ഐ ഹവ് ഓൾവേസ് ടെല്ലിങ് യു വൺ തിങ് ദാറ്റ് CMA എക്സാമിൽ നമ്മൾക്കത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ദ എൻറ്റയർ CMA ഇസ് മോർ അനലിറ്റിക്കൽ ആണ്. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്.
സോ നമുക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരും. നോട്ട് ജസ്റ്റ് കമ്പ്യൂട്ടിങ്, ആൻസർ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആൻസർ നമ്മൾക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ, ഒരു അക്കൗണ്ടിങ് ആണെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻപുട്സ് മാത്രം കൊടുത്ത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് തരും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ്, അതല്ല ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. വാട്ട് വി ഹാവ് ടു ഡെവലപ്പ് ഇസ് എൻ അനലിറ്റിക്കൽ കെപ്പബിലിറ്റി, റൈറ്റ്? ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരത്തിനെ എങ്ങനെ അനലൈസ് ചെയ്യും, അത് വെച്ചിട്ട് എങ്ങനെ ഡിസിഷൻസ് എടുക്കും. ദിസ് ഈസ് വാട്ട് അവർ മേജർ കൺസേൺ, റൈറ്റ്? As if we are CMAs, certified management accountants, our principal area of business, what we say, it's decision making. Decision making ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു മേഖല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി ഹാവ് എൻ ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ആൻസർ ഉണ്ട്, വി ഹാവ് ദ റിസൾട്ട്, വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് റിസൾട്ട്. സോ വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് കേപ്പബിലിറ്റി, റൈറ്റ്? അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എവറി സിറ്റുവേഷൻസ്. സോ നമ്മൾ പോകുന്ന രീതി, ഫോർ ദ ന്യൂ സ്റ്റുഡൻസ്, റൈറ്റ്? പുതുതായിട്ടുള്ളവർക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വി വിൽ കംപ്ലീറ്റ് ദ ഡിസിഷൻ അനാലിസിസ്. ഡിസിഷൻ അനാലിസിസിലെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. Then we will work out problems, mainly MCQ problems ആയിരിക്കും. MCQ questions are from that area. ആ ഏരിയ എന്നുള്ള MCQ questions work out ചെയ്യും. After that we will move on to the next marginal, അതിന്റെ questions, പിന്നെ pricing decisions, അതിന്റെ questions. അങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക, റൈറ്റ്? സോ വിച്ച് ഐ ഫീൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ അങ്ങനെ പോകുന്നത് കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് ഒരു തിയറി കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ആകുമ്പോൾ കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആകും, കുറച്ചും കൂടെ മീൻസ് കുറച്ചും കൂടെ മനസ്സിൽ രജിസ്റ്റർ ആകും. നമ്മുടെ പ്രോബ്ലംസും റിപ്പീറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ക്ലിയർ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എനി സജഷൻസ്, ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എടുക്കണം, സോ ഇങ്ങനെ എടുത്തൂടെ, മീൻസ് ഈ ഒരു പോണ്ട, ദിസ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഫോർ അസ് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു കുഡ് ഇൻഫോം മീ, റൈറ്റ്? സോ ഐ റിക്വസ്റ്റ്, ഐ വോണ്ട് യുവർ ഫീഡ്ബാക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ വേണം. കാരണം ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടെൽ മീ, ഞാൻ എടുക്കുന്ന ആ ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. And one more thing I have to remind you that mostly I will be dealing in English and മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യും. Why is that? Because എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ എക്സാംസ് വി വിൽ ബി റൈറ്റിംഗ് അവർ എക്സാംസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. എസ് എ ആണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. സോ വി ഹാവ് ടു പ്രാക്ടീസ് ദ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ആവണം. അതിന്റെ പേരിൽ മോസ്റ്റ്ലി ഡീലിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് മലയാളം എക്സ്പ്ലനേഷൻസും വരും. ആൻഡ് ഇൻ ബിറ്റ്വീൻ യു നീഡ് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻസ് വേണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. അവിടെ നിങ്ങൾക്ക് മൈക്ക് ടേൺ ഓൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. യു കുഡ് ഡു ദാറ്റ്. ആൻഡ് പിന്നെന്താ വേറെ പറയാനായിട്ടുള്ളത്, 20% കവറേജ് ആണെന്ന് ഞാൻ 25% കവറേജ് ആണെന്ന് പറഞ്ഞല്ലോ, വിച്ച് മീൻസ് ദാറ്റ് ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ഇതിന്റെ 3 മൊഡ്യൂൾസും എന്താന്ന് പറഞ്ഞു. സോ ദിസ് വാസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദി എൻറ്റയർ സെക്ഷൻ. ആൻഡ് കുറച്ച് സിമ്പിൾ ആണ്. നിങ്ങൾ മെറ്റീരിയൽസ് എങ്ങാനും കിട്ടുമ്പോൾ യു ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽസിലൂടെ പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോട്ട് പേജസിന്റെ എണ്ണം കണ്ട് പേടിക്കരുത് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും പേജസ് കണ്ടിട്ട് ദിസ് ഈസ് സോ ടഫ് എന്ന് കരുതരുത്. പേജസ് അല്ല. സോ ഈ ആസ് ഫാർ ദ സെക്ഷൻ സി, ഈ ഒരു സെക്ഷനെ കൺസേൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഐ ടോൾഡ് യു ദാറ്റ് ബിക്കോസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പ്രോബ്ലംസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലൊക്കെ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റണ. ആൻഡ് മോസ്റ്റ്ലി വാട്ട് ഇസ് റിക്വയർഡ് ഇസ് ദാറ്റ് കോമൺ സെൻസ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിന്റെ ലിമിറ്റേഷൻസിലും ബൗണ്ടറീസിലായിരിക്കും. അത് വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോവില്ല. ഓക്കെ ദിസ് ഈസ് ദാറ്റ് അതല്ലാതെ അങ്ങനെ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ എന്താ പറയണ തോട്ട്സിനെ അങ്ങോട്ട് ഫ്രീ ആക്കി വിട്ടേക്കുക. എല്ലാ ആംഗിൾസിലൂടെയും ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിക്കുക. So this was an introduction of what we are going to deal today. So can we begin our class? Before that, if you have ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, are you listening to me? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, so let's begin our class.
സോ ഉച്ച സമയമാണ് ഒരു 3 o'clock എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി വീട്ടിലായിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് കീപ് യുവർ സ്ലീപ്സ് സൈഡ്, നമ്മൾക്ക് ഒരുമിച്ച് ക്ലാസ്സസ് എൻജോയ്. റൈറ്റ്, പോവല്ലേ അപ്പൊ ക്ലാസ്സിലോട്ട്? ഓക്കെ, so just a minute, let me open the slides. Okay, കാണാൻ പറ്റുന്നുണ്ടോ? Are you able to see the slides? Slides കാണാൻ പറ്റുന്നുണ്ടോ? So what is this name of the session? Decision analysis, right? Decision, right? ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, as far as business is concerned, as far as an organization is concerned, or whatever it may be, we have to make certain decisions. Even in നമ്മുടെ ലൈഫിലായാലും at certain points of time there is a need that we need to make a decision. ഒരു decision എടുക്കേണ്ട ടൈം ഉണ്ടായിരിക്കും, right? നമ്മുടെ ചോയ്സ് ഓഫ് സബ്ജക്ട്സ് ആയിരിക്കാം, ചോയ്സ് ഓഫ് സ്ട്രീം ഓഫ് സ്റ്റഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഏത് ചൂസ് ചെയ്യണം എന്നായിരിക്കാം. ആൻഡ് ഈവൻ ഇൻ എനി പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും, ആൻഡ് ഈവൻ വാട്ട് ടു ഈറ്റ്, വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ്. സോ എങ്ങനെയായിരിക്കും നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക? വി വിൽ ബി അനലൈസിങ് വേരിയസ് ഫാക്ടേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. സപ്പോസ് തിങ്ക് ഇഫ് ഐ ആം ഹംഗ്രി, വിശക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, ഇതിനെക്കാട്ടിയും കൂടുതൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. സോ വാട്ട് വിൽ ഐ ഡു? ഐ വിൽ ബി അനലൈസിങ് വേരിയസ് ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യും. ഫസ്റ്റ് എന്തിനാണ് വിശക്കുന്നത് നോക്കും. ഐ വിൽ ബി ലുക്കിംഗ് ഓൺ മൈ ടേസ്റ്റ് പ്രിഫറൻസസ്. എന്റെ ടേസ്റ്റ് പ്രിഫറൻസസ് എന്താണെന്ന് നോക്കും. ആൻഡ് ഹൗ മച്ച് മണി ഐ ഹാവ് ഇൻ മൈ പോക്കറ്റ്, ദാറ്റ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ ടു അസ്, റൈറ്റ്? സോ ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാനൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. So as far as a business is concerned, as far as an organization or management is concerned, there involves decision making. Planning ഉണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു decision making അവിടെ ആവശ്യമാണ്. So what is this goal of this decision making? The goal of this decision making is to maximize the benefits and reduce the cost. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം, if they are making a decision, what is the main goal or what is the main objective behind the decision making is that they have to maximize the benefit. Benefits in a കൂട്ടുക and reduce the cost. കോസ്റ്റുകളെ കുറയ്ക്കുക. For what? They may be having various alternatives. ഒരുപാട് alternatives ഉണ്ടായിരിക്കും, ഒരുപാട് choices ഉണ്ടായിരിക്കും. From that various alternative, from that choices, they have to make a choice. They have to decide upon an alternative that will maximize their benefit as well as reduce their cost. So that is the main goal of decision making. എനിക്ക് വിശക്കുന്നു, എനിക്കൊരു ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമൈസ് ദ ബെനിഫിറ്റ്സ്. എന്റെ വിശപ്പും അടങ്ങുകയും വേണം, എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുകയും വേണം, റെഡ്യൂസ് ദ കോസ്റ്റ്. എന്നാൽ അത്രമാത്രം പൈസയും ചെലവാകാൻ വേണ്ടി പാടില്ല, റൈറ്റ്? ഐ വിൽ ബി ഹാവിംഗ് വേരിയസ് alternatives. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഈ ഫുഡ് ഐറ്റംസിൽ നിന്ന് ഐ വിൽ ബി ചൂസിങ് വൺ ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ഓൾ ദിസ്. എന്റെ ബെനിഫിറ്റും എനിക്ക് വിശപ്പും അടങ്ങും, എന്നാൽ പൈസയും ഒരുപാട് ചിലവാകാത്ത ഒരു ഫുഡ് ഐറ്റം ഞാൻ സെലക്ട് ചെയ്യും. സെയിം വേ നമ്മൾ ബിസിനസ്സിൽ അങ്ങനെ വി വിൽ ബി ഹാവിംഗ് ന്യൂമറസ് ഓൾട്ടർനേറ്റീവ്സ്, ന്യൂമറസ് ആയിട്ടുള്ള എന്താ പറയാ ചോയ്സസ് ഉണ്ടായിരിക്കും. ഫ്രം ദ ചോയ്സസ് വി വിൽ ബി ഡിസൈഡിങ് അപ്പോൺ എ ചോയ്സ് ദാറ്റ് വിൽ മാക്സിമൈസ് ബൈ ബെനിഫിറ്റ്സ് ആൻഡ് റിഡ്യൂസ് ദ കോസ്റ്റ്. അങ്ങനെ ഈ ഒരു ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി പ്രോസസ്, റൈറ്റ്? അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. സോ നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ മറ്റു പ്രിഫറൻസസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചോയ്സസിൽ നിന്ന്, ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ബെസ്റ്റ് ആയിട്ട് ഒരെണ്ണം അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ, സോ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്, റൈറ്റ്? സോ suppose that decision will be, അല്ലെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റീവ്, സെലക്ഷൻ ഓഫ് ദറ്റ് ഓൾട്ടർനേറ്റീവ് വിൽ ബി ബേസ്ഡ് ഓൺ മൈ ഒബ്ജക്റ്റീവ്. എന്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, റൈറ്റ്? സോ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും, എല്ലാം നല്ലതായിരിക്കാം, പക്ഷേ മൈ ഒബ്ജക്റ്റീവ്, എന്റെ ഈ ഒബ്ജക്റ്റീവിന് അത് സ്യൂട്ടബിൾ ആയിരിക്കണം എന്നില്ല, റൈറ്റ്? So certain alternatives or certain choices may be suitable or may be best for some other objective, but not the objective for which I am wishing to make a decision, right? ഞാൻ എന്തിനാണോ ഡിസിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, എന്തിനാണോ സെലക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിന് മറ്റു പല ഓപ്ഷൻസും സ്യൂട്ടബിൾ ആവില്ല. ആ ഒരു ഒബ്ജക്റ്റീവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ, ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. So
ലൈക്ക് ഒരു എന്താ പറയുക ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ആയിക്കോട്ടെ, ബിസിനസ് ഹൗസസ് ആയിക്കോട്ടെ, യൂഷ്വലി ദേ ഹാവ് ടു മേക്ക് ഡിസിഷൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ദിനം പ്രതി അവർക്ക് ഓരോ കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയായിരിക്കും? പ്രൈസിംഗിൽ ഉണ്ടായിരിക്കാം, ലൈക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിംഗിൽ ഏത് പ്രൈസിലായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഓഫർ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മാനുഫാക്ചറിങ് ഓപ്ഷൻ, ഓൾട്ടർനേറ്റ് മാനുഫാക്ചറിങ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതലോ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, മാനുഫാക്ചറിങ് വേസ് ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു സെലക്ട് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് വൺ. ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് വൺ ഓഫ് എ ഡിസിഷൻ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ചില പ്രൊഡക്ട്സിൽ റിസർച്ചസ് ആവശ്യമാണ്. റിസർച്ച് നടത്തി കുറച്ചുകൂടി ഇന്നോവേഷൻസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിലാണ് വേണ്ടത് എന്നുള്ള ഡിസിഷൻസ്. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ. ഏത് മാർക്കറ്റിനെയാണ്, ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആ മാർക്കറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വേ എന്തായിരിക്കും, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് എന്തായിരിക്കും. ദാറ്റ് ഓൾ ഡിസിഷൻസ് ഇസ് ബേസ്ഡ് ഇൻ ദിസ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെലിവർ ചെയ്യണം കസ്റ്റമേഴ്സിന്, ഏത് മെത്തേഡിലൂടെ ചെയ്യണം, ദ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ ചെയിൻ എങ്ങനെയായിരിക്കണം, അതൊക്കെ ഡിസൈഡ് ചെയ്യണം. കോൺട്രാക്ട് നെഗോസിയേഷൻസ്, റൈറ്റ്. ഒരു കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും മറ്റു പാർട്ടീസുമായിട്ട്, ആ കോൺട്രാക്ട്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഔട്ട്സോഴ്സിംഗ് ഡിസിഷൻസ്, റൈറ്റ്. ഔട്ട്സോഴ്സ്, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോസസ്സോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ നമ്മൾ സ്വയം ചെയ്യാതെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ എങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്നാണ് പറയുന്നുണ്ടാവുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ലൈക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം, ആ കാര്യങ്ങൾ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മീൻസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി സെല്ലിംഗ് ഓഫ് ദാറ്റ് ഡിവിഷൻ, ഓർ വി വിൽ ബി എന്താ പറയുക ആ ഒരു പ്രൊഡക്റ്റിനെ വിൽക്കും അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിനെ വിൽക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. So all these factors are included in this decisions, various types of decisions that decision managers make on a day-to-day basis. Day-to-day basis-ൽ അവർ എടുക്കുന്ന ഡിസിഷൻസ് ഈ വക മേഖലകളിലായിരിക്കും. And one thing that, so in order for ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ we have to consider various factors, right? പെട്ടെന്ന് പോയിട്ട് ചാടിക്കറിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് പല കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ ചില ഫാക്ടേഴ്സ് ആൻഡ് ചില സം ഇൻഫോർമേഷൻസ് വിൽ ബി റെലവെന്റ് ടു ദ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനത്തെ റെലവെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടെണ്ണാക്കി തിരിച്ചിട്ടുണ്ട്. പ്രോബബിലി എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ we have classified the factors and information which is relevant to decision making under two heads. രണ്ട് ഹെഡ്സിൽ തരം തിരിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, റൈറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, അങ്ങനെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്താ? ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്പേഴ്സിലായിട്ട് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ഡിസിഷനുമായി ഒരു കാര്യവുമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയാ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? ഡയറക്ട് മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ഡയറക്ട് ലേബറിന്റെ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഓൾ ദിസ് കോസ്റ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. മറ്റ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ലൈക്ക് എന്താ പറയുന്നുണ്ടാവുക, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ എന്താ പറയുക, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ലൈക്ക് ടൈമിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, സെറ്റപ്പ് ടൈമിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, വാട്ട് വി കുഡ് സേ എണ്ണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, കസ്റ്റമർ സർവീസസിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്, സർവീസ് ടൈമിങ്സിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്. സോ ടൈംസ് ആൻഡ് അതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. So in this quantitative factors, we are having financial as well as non-financial factors. In the financial factors, financial ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നോൺ ഫിനാൻഷ്യൽ എല്ലാത്തിൽ കോസ്റ്റ് അല്ലാത്ത മറ്റു ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈം, റിഡക്ഷൻ യൂണിറ്റ്സ്, ഈ വക കാര്യങ്ങൾ. Then we have qualitative factors. Qualitative factors attributes ആണ്. എന്താ? എംപ്ലോയി മൊറേൽ, എന്താ പറയുന്നത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബിസിനസ് റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ. ദീസ് ആർ ഓൾ qualitative factors
that are relevant to decision making process, but they cannot be expressed in numerical terms. Numerical terms നമ്മൾക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഫാക്ടേഴ്സിന് എല്ലാത്തിനും കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. സോ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് ദിസ് ഡിസിഷൻ അനാലിസിസ് കമ്മിങ് ടു ദ മെയിൻ ടോപ്പിക്. This decision analysis includes, as I have told earlier, നമ്മൾക്കതൊരു 3 മൊഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the first module will be CVP analysis or break-even analysis. Then we have marginal analysis. Then we have pricing decisions. These are the three main heads that you have to study in this decision analysis. Clear ആണോ? Doubt ഉണ്ടോ? Do you have anything to say? Any clarifications required or any suggestions? Okay. So നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് എത്തിയിട്ടില്ല. This was just an introduction, right? Yeah. This was what we were discussing, right? The goal of decision making is to maximize the benefits, reduce the cost of the company by selecting the best of all available options. And various decisions എന്തൊക്കെ ഉണ്ടായിരിക്കും? പ്രൈസിങ്, മാനുഫാക്ചറിങ് ഓപ്ഷൻ, റിസർച്ച് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, കോൺട്രാക്ട് നെഗോസിയേഷൻസ്, ഔട്ട്സോഴ്സിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, എക്സെട്ര. And factors, quantitative factors are the, qualitative factors are the. Quantitative factors numerical express ചെയ്യുന്നതായിരിക്കും. ഫിനാൻഷ്യൽ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഉണ്ട്. Qualitative factors numerically express ചെയ്യാൻ പറ്റില്ല. എംപ്ലോയി മൊറേൽ, ക്വാളിറ്റി, ടൈംലിനെസ്, എക്സെട്ര. ദീസ് ആർ ഓൾ ദി വേരിയസ് ഫാക്ടേഴ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നിങ്ങൾ ലെക്ചർ നോട്ട്സ് എന്തെങ്കിലും എഴുതുന്നുണ്ടോ? നോട്ട് ജസ്റ്റ് ഓൺലി ജസ്റ്റ് ഈ റെക്കോർഡിങ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ദാറ്റ് യു ലൈക്ക് ലെക്ചർ നോട്ട്സ്. എല്ലാം എഴുതണമെന്നില്ല. ചില പോയിന്റ്സ് ലൈക്ക് ഫാക്ടേഴ്സ് തൊട്ട് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. സോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആണ്. യു നോ ദാറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ 5 സെൻസസ്, റൈറ്റ്, വി ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ഓൾ അവർ 5 സെൻസസ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേൾക്കുക മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുക മാത്രം ചെയ്യും കൂട്ടത്തിൽ തന്നെ വെൻ വി റൈറ്റ് വാട്ട് വിൽ ഹാപ്പൻ, അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. എല്ലാം എഴുതിയെടുക്കണം എന്നല്ല, ജസ്റ്റ് കുത്തിക്കുറിക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുത്തിക്കുറിക്കുക. ഫോർമുലാസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. സോ നോ ദാറ്റ് ടെക്നോളജി ആണ്. നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ചിലപ്പോൾ റെക്കോർഡിങ്സ് അവൈലബിൾ ആകാതിരുന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ റെക്കോർഡിങ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ അഷുറൻസ് ആയി. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഓക്കെ ബെറ്റർ. ലെക്ചർ നോട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡിംഗ് അവൈലബിൾ ആയിട്ടില്ലാത്ത സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. യാ, മൂവിങ് ഓൺ. സോ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, CVP അനാലിസിസ്. CVP അനാലിസിസിൽ നമ്മളൊന്നും കൂടെ പറയും ബ്രേക്ക് ഈവൻ അനാലിസിസിനും കൂടെ പറയും. And what is the break-even point? So ഈ ഒരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ you could say revenues is equal to cost break-even. നമ്മുടെ റവന്യൂവും നമ്മുടെ കോസ്റ്റും ഈക്വലന്റ് ആയി. സോ ബ്രേക്ക് ഈവൻ ആയി. റവന്യൂവും കോസ്റ്റും ഈക്വലന്റ് ആയാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? What will happen if the revenues equals cost? സോ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? റവന്യൂവും കോസ്റ്റും ഈക്വൽ ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? What is that situation called? ബ്രേക്ക് ഈവൻ ആണെന്ന് പറയരുത് കേട്ടോ, വേറെ എന്തെങ്കിലും. Yes, Bipita Sebi, right. No profit and Hedia. Okay, no profit, no loss. Avada profit illa, loss illa. What is profit? Revenues less cost. If it is a positive figure, we have a profit. If the revenues cost is exceeding revenues, we will be having a no profit, no gain. Okay, no profit, no loss. Profit and gains are similar. It is no profit, it is no loss. അത് നമ്മുടെ എന്തൊരു കൊളോക്കിയൽ ടേമിൽ പറയുന്നതാണ് no profit, no loss. യൂഷ്വലി നമ്മളൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലൊക്കെ പറയുകയാണെങ്കിൽ, ഒരു കോസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ബ്രേക്ക് ഈവൻ. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഇറ്റ്സ് ഈക്വൽ. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഓർ CVP അനാലിസിസ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് റൺ ഡിസിഷൻ മേക്കിംഗ്. എന്താ പറയുക, ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഡിസിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല CVP. ഷോർട്ട് റൺ ഡിസിഷൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. Remember, short run decision making.
Companies use CVP analysis to determine which product they will be supply and the amount they will supply at a given price and cost. ഒരു പ്രൈസിലും അല്ലെങ്കിൽ ഒരു കോസ്റ്റിലും അറ്റ് എ പ്രൈസ് ആൻഡ് അറ്റ് എ കോസ്റ്റ് വിച്ച് പ്രൊഡക്റ്റ് വിൽ സപ്ലൈ, ഏത് പ്രൊഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് അവർ സപ്ലൈ ചെയ്യും, എത്ര എമൗണ്ടിൽ സപ്ലൈ ചെയ്യും, എത്രത്തോളം പ്രൊഡക്റ്റ്, എത്ര എണ്ണം പ്രൊഡക്ട്സ് അവർ സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം സർവീസ് അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുന്നു. സോ ദ CVP analysis mainly used for companies to determine which product they will supply and the amounts it will be supplied at a given price and cost. തന്നിരിക്കുന്ന ഒരു പ്രൈസിൽ ഒരു കോസ്റ്റിൽ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ ചെയ്യണം, എത്രത്തോളം ഓഫർ ചെയ്യണം. It is used to calculate the effect of profitability caused by changes in product mix and quantity sold. ഒരു പ്രൊഡക്റ്റിന്റെ മിക്സ് ഉണ്ടായിരിക്കും, ഒരു പ്രൊഡക്റ്റ് ലൈനിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് മിക്സ്. സോ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് മിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് പ്രോഫിറ്റിന്, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ ആ ഒരു ചേഞ്ചസ് എങ്ങനെ വരും. സപ്പോസ് എനിക്ക് ഞാൻ മാനുഫാക്ചർ, ഞാനിപ്പോൾ 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ടൂത്ത് പേസ്റ്റും ഒരു ബാത്ത് സോപ്പ്, എന്താ പറയാ, ഒരു ബാത്ത് സോപ്പും ആണെന്ന് വിചാരിക്കുക. ദാറ്റ്സ് മൈ 2 പ്രൊഡക്ട്സ്. സോ ടൂത്ത് പേസ്റ്റ് ഞാൻ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബാത്ത് സോപ്പും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്റെ പ്രൊഡക്റ്റ് മിക്സ്. ഇപ്പൊ ആ പ്രൊഡക്റ്റ് മിക്സിൽ ഞാൻ ചേഞ്ച് വരുത്തി. ഞാൻ മുമ്പ് ടൂത്ത് പേസ്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു 70% ടൂത്ത് പേസ്റ്റും ഒരു 30% ബാത്ത് സോപ്പും ആയിരുന്നത്. ഞാൻ ഒന്ന് 60% ടൂത്ത് പേസ്റ്റും 40% ബാത്ത് സോപ്പും ആക്കിയെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ മൈ പ്രൊഡക്റ്റ് മിക്സ്. അപ്പൊ പ്രൊഡക്റ്റ് മിക്സിൽ ചേഞ്ച് വരുമ്പോൾ അതെന്റെ പ്രോഫിറ്റബിലിറ്റിനെ എങ്ങനെ ബാധിക്കും, എത്രമാത്രം ക്വാണ്ടിറ്റീസ് വിൽക്കുന്നതിൽ മാറ്റം വരും, എന്റെ പ്രോഫിറ്റബിലിറ്റിനെ എങ്ങനെ ബാധിക്കും, ഇവയൊക്കെ കാര്യങ്ങളുടെ എഫക്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ CVP യൂസ് ചെയ്യും. Important, it examines the relationship between revenue, cost and profit. So CVP, it is what it is mainly measuring. എന്താണ് mainly measure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it examines the relationship between revenue, cost and profit. Revenue, cost and profit. റവന്യൂവിന്റെയും കോസ്റ്റിന്റെയും പ്രോഫിറ്റിന്റെയും റിലേഷൻഷിപ്പിനെ എക്സാമിൻ ചെയ്യുന്നതാണ് CVP അനാലിസിസ്. യു കുഡ് എക്സ്പെക്ട്, നോട്ട് ഇൻ ദ എക്സാംസ് എനിക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്ന ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് ഈ റവന്യൂ, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. വാട്ട് ഓൾ, ഏത് കാര്യങ്ങളുടെയാണ്. യു മേ ബി ഗിവിംഗ് 4 ഓപ്ഷൻസ്, അതിൽ ഏത് ഓപ്ഷൻ ആണ് അല്ലാത്തതെന്നൊക്കെ ചോദിക്കാം. സോ റവന്യൂ, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സിന്റെ ഒരു റിലേഷൻഷിപ്പിനെ എക്സാമിൻ ചെയ്യുന്നതാണ് CVP analysis. And next, so after the CVP I will be explaining again ഒന്നും കൂടെ ഒരു റിവ്യൂ പോലെ തിരിച്ചു പോകാട്ടോ. Assumptions of the CVP analysis. CVP analysisൽ മെയിൻ ആയിട്ടുള്ള assumption. സോ എക്കണോമിക്സ് ആണെന്നുള്ളത് ഇതൊരു മോർ റിലേറ്റഡ് ടു എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമുക്കറിയാം ഒരു എക്കണോമിക് തിയറി നമ്മൾ അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എ മൊമെന്റ്, hello. So okay, coming back. So the main assumptions of the CVP analysis is that first one, all costs are either variable or fixed cost. എല്ലാ കോസ്റ്റും ഒന്നില്ലെങ്കിൽ വേരിയബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. ദർ ഇസ് നോ അതർ സെമി വേരിയബിൾ കോസ്റ്റ് ഓർ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് കോസ്റ്റിനെ എല്ലാത്തിനെയും നമ്മൾ രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ഈദർ വേരിയബിൾ ഓർ ഇറ്റ് ക്യാൻ ബി ഫിക്സഡ്. കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേരിയബിൾ ആയിരിക്കാം. ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ദി CVP അനാലിസിസ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ഷോർട്ട് റൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു. വാട്ട് ഇസ് എ ഷോർട്ട് റൺ ഡിസിഷൻ മേക്കിംഗ്? when you have studied in your degree classes, you may have studied the relationship between cost, right? അതിൽ അല്ലെങ്കിൽ എക്കണോമിക്സിലായാലും നിങ്ങൾ +1 +2 പഠിച്ചപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചൊരു കാര്യം, കോസ്റ്റ് ക്യാൻ ബി വേരിയബിൾ ഓർ ഫിക്സഡ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലായിരിക്കും കോസ്റ്റിനെ വേരിയബിൾ എന്നും ഫിക്സഡ് എന്നും വിളിക്കാൻ പറ്റുന്നുണ്ടാവുക. ഇൻ ദ ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ എല്ലാ കോസ്റ്റും വേരിയബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ദ കപ്പാസിറ്റി. പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളായിരിക്കും ഫിക്സഡ് കോസ്റ്റുകൾ. വേരിയബിൾ അത് ലൈക്ക് പ്രൊഡക്ഷൻ വേണ്ട പ്രൊഡക്ട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ.
So in the long run, we could make changes to our production capacity. നമ്മുടെ ഫാക്ടറിയുടെ കപ്പാസിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, we could make changes. പക്ഷെ ഷോർട്ട് റണ്ണിൽ അത് പോസിബിൾ അല്ല. ലോങ് റണ്ണിൽ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. ദർ ഇസ് നോ ക്ലാസിഫിക്കേഷൻ ലൈക്ക് ഫിക്സഡ് ഓർ വേരിയബിൾ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ CVP-യിൽ ഷോർട്ട് റൺ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് CVP-യിൽ കോസ്റ്റിനെ ഒന്നില്ലെങ്കിൽ നമ്മൾ വേരിയബിൾ എന്നോ അല്ലെങ്കിൽ ഫിക്സഡ് എന്നോ ആക്കി തരംതിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, total cost and total revenues are predictable and linear in relation to output units within the relevant range and time period. ഒരു relevant range-ലോ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിലോ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂസും പ്രഡിക്റ്റബിൾ ആയിരിക്കും ആൻഡ് ലീനിയർ ആയിരിക്കും. പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ലീനിയർ ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്സ്, വിച്ച് മീൻസ് ദാറ്റ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ ഓൾസോ ഇൻക്രീസസ്. ആ ഒരു രൂപത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ് വിത്തിൻ ദ റെലവൻറ്റ് range and time period. Important, relevant range എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. So any cost is fixed. Even the fixed cost ആണെങ്കിൽ that is predictable and linear within the relevant range. ഒരു relevant range-ന്റെ ഉള്ളിലാണ് അത് predictable and linear ആകുന്നുണ്ടത്. When it crosses that relevant range, it cannot be predicted or അതിന് വേറെ linear അല്ലാത്ത non linear relationshipും വരാം. Next, fixed cost remain constant over the relevant range. Fixed cost എന്തായിരിക്കും? Fixed cost which will remain constant over the relevant range. Total fixed cost remain constant over the relevant range നുള്ളിൽ ഈ fixed cost constant ആയിരിക്കും. Next, unit variable cost remain constant over the relevant range. Unit variable cost, per unit variable cost always remains constant over the relevant range. ഒരു relevant range-ൽ per unit variable cost constant ആയിരിക്കും. Next, unit selling price remains constant over the relevant range and sales mix remains constant as the level of total units sold changes. Unit selling price എന്തായിരിക്കും? It keeps constant on the relevant range. Relevant range-ൽ unit selling price constant ആയിരിക്കും. Sales mixും constant ആയിരിക്കും. Finished goods and work in process inventory does not change. Finished goodsും work in process inventoryയും change ചെയ്യില്ല. Which means that what we produce, we sell it. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് സെല് ചെയ്യുന്നു. ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അവിടെ വെക്കുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണി ഇസ് ഇഗ്നോർഡ്. നമ്മൾ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണി ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദിസ് ആർ ദ മെയിൻ അസംപ്ഷൻസ് അണ്ടർ വിച്ച് ദ എൻറ്റയർ CVP അനാലിസിസ് ഇസ് ബിൽറ്റ്. സോ വാട്ട് ആർ all costs are either variable or fixed cost. Total cost and total revenues are predictable and linear in relation to output within the relevant range and within a time period. Fixed cost, total fixed cost remain constant over the relevant range. Total fixed cost constant ആയി എന്ന് മാത്രം വരെ പറയരുത്. Over the relevant range, ആ ഒരു വാല്യൂ സഫിക്സ് കൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. Unit variable cost remains constant over the relevant range. Unit selling price remains constant and sales mix, unit selling price and sales mix remains constant over the relevant range. Finished goods and work in process inventory does not change, or else production is equal to sales. Time value of money is ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? റുമൈസ കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നേരത്തെ പറഞ്ഞപ്പോ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. യൂഷ്വലി അങ്ങനെയല്ല, ചിലപ്പോൾ നമുക്ക് ചേഞ്ചസ് വരുത്താം. ആൻഡ് യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അതായത് വേരിയബിൾ കോസ്റ്റ് എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും? ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്ട് ലേബർ കോസ്റ്റ്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ്, അതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്. ഈ പെർ യൂണിറ്റ് കോസ്റ്റുകൾ എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്നും പറയാൻ പറ്റില്ല റിയൽ സിനേറിയോയിലോട്ടാ. കാരണം നമ്മളിപ്പോ കുറച്ച് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ കടയിൽ പോയിട്ട് ഹോപ്പ്ഫുള്ളി നമ്മളെല്ലാവരും ഈ 3 rupees പെന്നൊക്കെ മേടിക്കുന്നുണ്ടാവും. ലൈക്ക് ഐ എം വെരി ഫോണ്ട് ഓഫ് ദാറ്റ് തിങ്സ്, റൈറ്റ്? അപ്പോൾ ആ ഒരു പെൻ മേടിക്കുമ്പോൾ ഒരു പേനയ്ക്ക് 3 രൂപയായിരിക്കും.
പക്ഷേ ഞാൻ 10 രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ സപ്പോസ് ഷോപ്പ് കീപ്പർ മേ പ്രൊവൈഡ് മീ 4 pence. അപ്പൊ എന്തായിരിക്കും? 10 രൂപക്ക് മേടിക്കാന്നുണ്ടെങ്കിൽ 4 പെൻ കിട്ടും. എന്നാൽ ഓരോ പേനയായിട്ട് മേടിക്കാന്നുണ്ടെങ്കിൽ 3 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 രൂപ കൊടുത്ത് ഓരോ പെൻ 3 പെൻ മേടിക്കണമെങ്കിൽ വി ഹാവ് ടു സ്പെൻഡ് 9 rupees. ബട്ട് ഐ എം ഗെറ്റിംഗ് 4 pence at 10 rupees. റൈറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആസ് ദ യൂണിറ്റ് ഓഫ് പർച്ചേസസ് ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ? ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് മേ ഡിക്രീസ്. അങ്ങനെയും വരാലോ. ആൻഡ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ ദ റെലവെന്റ് റേറ്റ്. എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് എല്ലായ്പ്പോഴും വരില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെല്ലാം വിറ്റ് പോകണമെന്നില്ല. ദർ ക്യാൻ ബി അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് ഇൻ ദ ഡിമാൻഡ്. ഡിമാൻഡിൽ അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് വരാം. എന്തെങ്കിലും ലൈക്ക് എന്താ പറയാ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് മൊത്തം നമുക്ക് വിൽക്കാൻ പറ്റണമെന്നില്ല. ദർ മേ ഹാപ്പൻ ഇൻവെന്ററി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ബിസിനസ് ഓൾവേസ് വിൽ കീപ്പ് ഇൻവെന്ററി. ബിസിനസ് എപ്പോഴും ഇൻവെന്ററി കീപ്പ് ചെയ്യും. കാരണം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണ്, അല്ലെങ്കിൽ കസ്റ്റമർ പെട്ടെന്ന് വന്ന് സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് എപ്പോഴും ഒരു സേഫ്റ്റി ആയിട്ട് കുറച്ച് ഇൻവെന്ററി കീപ്പ് ചെയ്ത് വെച്ചിരിക്കും. സോ ഇൻവെന്ററി എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. സോ റിയൽ സിനേരിയോയിൽ എല്ലാ അസംഷൻസും ചിലപ്പോൾ ട്രൂ ആകണമെന്നില്ല. എന്താ? So these are the main assumptions of CVP analysis. Clear or no? Is it clear? Is it clear? Okay. Yeah. ഇതാണ് നമ്മുടെ CVP അനാലിസിസിന്റെ ബേസ് ആയിട്ടൊരു സ്ട്രക്ചർ. സോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ, അല്ലെങ്കിൽ മാനേജീരിയൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടെങ്കിൽ യു മേ ഹാവ് നോട്ടീസ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ്. This is called contribution margin income statement or marginal income statement or variable income statement. ഈ 3 പേരിൽ നമ്മൾക്ക് അതിനെ പറയാം. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്, മാർജിനൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, വേരിയബിൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും കൂടെ നമ്മൾക്ക് അതിനെ പറയാം. വേരിയബിൾ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, മാർജിനൽ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും കൂടെ പറയാം. So this is the base structure on which this entire cost volume profit analysis is built. ഈ ഒരു സ്ട്രക്ചർ മെയിൻ ആണ്. What is that? Sales revenue less variable manufacturing cost will get manufacturing contribution margin. From that, we have to deduct variable non-manufacturing cost. We will be getting contribution margin. From that, we have to deduct fixed cost. Fixed cost എന്തായിരിക്കും? Fixed manufacturing cost as well as fixed non-manufacturing cost. എല്ലാം കുറയ്ക്കുമ്പോൾ we will be getting what? Operating income. ഒന്നും കൂടെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ sales less variable cost. What we get contribution margin. From that we have to deduct what? Fixed cost. We will be getting what? Operating income. This is the base structure of a contribution margin income statement. So അതിനെ in between നമ്മൾ വേരിയബിൾ മാനുഫാക്ചറിങ് വേരിയബിൾ കോസ്റ്റ് രണ്ടാക്കി തരംതിരിച്ചു. വേരിയബിൾ മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് വേരിയബിൾ നോൺ മാനുഫാക്ചറിങ്. സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റുകൾ കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് മാനുഫാക്ചറിങ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അതിൽ നിന്ന് നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റുകളെ കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുന്നു. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റിൽ മാനുഫാക്ചറിങ് ഉണ്ട്, നോൺ മാനുഫാക്ചറിങ് ഉണ്ട്. എല്ലാ ഫിക്സഡ് കോസ്റ്റും കുറച്ച് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഇനി വാട്ട് ആർ ദ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്? എന്തൊക്കെയായിരിക്കും ഈ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്? വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് മെറ്റീരിയൽസ്, മാനുഫാക്ചർ ചെയ്യാൻ വന്ന ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ വിൽ ബി ദർ, ആൻഡ് മാനുഫാക്ചറിംഗിൽ നമ്മൾക്ക് കുറച്ച് കോസ്റ്റുകൾ വരും. ലൈക്ക് വേരിയബിൾ മാനുഫാക്ചറിങ് അതർ കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് അല്ലാത്ത മറ്റ് കോസ്റ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? indirect cost എന്ന് വിളിക്കുന്നു. Or we could use it the term overheads. There can be variable manufacturing overheads or factory overheads or manufacturing overheads എന്ന് പറയും. അങ്ങനത്തെ വേരിയബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡ്സും കൂടെ ചേർന്നതാണ് എന്ത്? വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇനി വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റിൽ എന്ത് വിടും? സെല്ലിംഗ് എക്സ്പെൻസസ് വിടാം. വേരിയബിൾ സെല്ലിംഗ് എക്സ്പെൻസസ്
variable distribution expenses, variable administration expenses, all things can be included in the variable non-manufacturing cost. അതെല്ലാം കുറച്ച് കളയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുണ്ടാവുക? We get the contribution margin. From that, we have to deduct all fixed costs. We will be getting operating income. Clear ആണോ? Is it clear? Yes. Next thing, contribution margin. എന്താണ് contribution margin? ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ കിട്ടും റവന്യൂ ലെസ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ മാനുഫാക്ചറിങ് ആൻഡ് വേരിയബിൾ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്, വി വിൽ ഗെറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. So the amount of revenue minus variable cost available to recover fixed cost. എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ? റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്തിട്ടുള്ള മീൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. And that is the amount available to recover fixed cost. ഇനി കോൺട്രിബ്യൂഷൻ മാർജിനിൽ നിന്നാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കളഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്. So contribution margin is actually the amount available to cover the fixed cost. ഫിക്സഡ് കോസ്റ്റ് കൂടി അബ്സോർബ് ചെയ്യാൻ, ഫിക്സഡ് കോസ്റ്റ് കൂടി കവർ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ മാർജിൻ. Once the fixed costs have been covered, any increase in contribution margin from increased sales volume flows straight to operating income. ഫിക്സഡ് കോസ്റ്റ് എല്ലാം കവർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻകം ഇൻക്രീസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫ്ലോ ടു ദി ഓപ്പറേറ്റിംഗ് ഇൻകം. സപ്പോസ് ഞാൻ കോൺട്രിബ്യൂഷൻ മാർജിനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ്, സപ്പോസ് ഐ എം ഹാവിംഗ് എ കോൺട്രിബ്യൂഷൻ മാർജിൻ ഓഫ് 100,000. എന്റെ ഫിക്സഡ് കോസ്റ്റ് ഒരു 50,000 ആണെന്ന് കരുതുക. സോ 100,000 നിന്ന് 50,000 കുറച്ചുള്ള റിമൈനിങ് 50,000 ഈസ് മൈ ഓപ്പറേറ്റിംഗ് ഇൻകം. റൈറ്റ്, എന്റെ ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല, ഈ 50,000 തന്നെയാണ്. ഇനി സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിനും കൂടിക്കൊണ്ടിരിക്കും. സോ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇനി എത്ര കൂടുന്നു, അപ്പൊ 100,000 ഉണ്ടായിരുന്നു, അതിൽ 50,000 കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ മൈ ഓപ്പറേറ്റിംഗ് ഇൻകം വിൽ ബിക്കം വാട്ട്? 100,000. അതായത് എത്രമാത്രം ഇനി കോൺട്രിബ്യൂഷൻ മാർജിനിൽ കൂടുന്നോ അത്രയും തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ കൂടുന്നു. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി കവേർഡ് മൈ ഫിക്സഡ് കോസ്റ്റ് യൂസിങ് ദ കോൺട്രിബ്യൂഷൻ മാർജിൻ. സോ വിച്ച് മീൻസ് ദാറ്റ് എനി ഇൻക്രീസ് ഇൻ ദ കോൺട്രിബ്യൂഷൻ മാർജിൻ ആഫ്റ്റർ covering all the fixed cost will be flowing straight to the operating income. And next, contribution margin ratio. Contribution margin ratio എന്താ? Ratio means we will be representing it in relation to one another. എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ റിലേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റേഷ്യോ. യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് സെയിൽസ് പ്രൈസ്. യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിനെ നമ്മൾ സെയിൽസ് പ്രൈസിന്റെ ഒരു പെർസെന്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ? ഇസ് ഈക്വൽ ടു യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. അതായിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ.
point. So ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസ് ആണ് ട്ടോ. റേഷ്യോ എന്താണ്? This is important to us because ഇത് നമുക്ക് പ്രോബ്ലംസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടും ഇത് മെയിൻ ഏരിയയിലോട്ടും ആവശ്യമുണ്ട്. നെക്സ്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഓർ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് ദ പോയിന്റ് വേർ നോ പ്രോഫിറ്റ് നോ ലോസ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം സീറോ ആകുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ഒരു പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. നമ്മുടെ റവന്യൂ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻകം വിൽ ബി സീറോ, റൈറ്റ്? ആ പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then suppose have a look at this graph. If look at this graph, ഈ ഒരു ഗ്രാഫിൽ നിങ്ങളൊന്ന് നോക്കുക. Just a minute. Okay. വേറെ എന്തെങ്കിലും കളേഴ്സ് യൂസ് ചെയ്യാം. Okay. So this is the fixed cost. ഇതിനെ നമ്മൾ fixed cost ആണ് പറയുന്നത്. For fixed cost we know that total fixed cost remain fixed. ഒരു fixed ആയിരിക്കും total fixed cost. So this is a horizontal to the x-axis. x-axis ന് horizontal ആയിരിക്കും and it remains fixed. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അത് കൂടുന്നൊന്നുമില്ല. Over the relevant range this fixed cost remain fixed, total fixed cost. And variable cost we know that unit variable cost remain constant and total variable cost will increase as the output increases. Output increase ചെയ്യുന്തോറും നമ്മുടെ total variable cost ഉണ്ടല്ലോ, variable cost കൂടിക്കൊണ്ടേയിരിക്കും. So it is a linear ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. It keeps on increasing. So ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. When the output is zero, we have zero variable cost. Output പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. And we know that even if I produce nothing, I will be bearing some fixed cost. എനിക്കൊരു ഫാക്ടറി ഉണ്ട്, ഞാൻ റെന്റിന് എടുത്തേക്കുന്ന ഫാക്ടറി ആണ്. ആ ഫാക്ടറിയിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഐ ഹാവ് ടു പേ ദ റെന്റ്, റൈറ്റ്? സോ റെന്റ് ഇസ് എ ഫിക്സ്ഡ് കോസ്റ്റ്. ആ ഫാക്ടറി റെന്റ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സോ ഇഫ് ഐ പ്രൊഡ്യൂസ് എനിത്തിങ്, ഇഫ് ഐ പ്രൊഡ്യൂസ് 100%, ഐ ഹാവ് ടു പേ ദ സെയിം എമൗണ്ട് ഓഫ് ഫാക്ടറി റെന്റ്. സോ ദാറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് എ, അതെന്താണ്? ഈവൻ ഇഫ് ഐ പ്രൊഡ്യൂസ് സംതിങ്, ഐ ഹാവ് ടു ബെയർ സം ഫിക്സ്ഡ് കോസ്റ്റ്. നെക്സ്റ്റ് total cost. Total cost means cost plus variable cost will be total cost, right? So total cost എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുക? ഫിക്സ്ഡ് കോസ്റ്റിന്റെ അവിടെ നിന്ന്. കാരണം ഞാനിപ്പോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി ദ സീറോ വേരിയബിൾ കോസ്റ്റ്. സോ ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഫിക്സ്ഡ് കോസ്റ്റ്. So it will start from the fixed cost and it keeps on going parallel to the variable cost. വേരിയബിൾ കോസ്റ്റിന് പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ ലൈൻ പോകുന്നുണ്ടാവുക. So this is the cost. Fixed cost, variable cost, total cost. And here goes our revenue. Revenues, total revenues and total cost are predictable and linear. You have a look at this graph. The revenue keeps on increasing as the unit sold increases. യൂണിറ്റ് വിൽക്കുന്നോ അത്രത്തോളം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നും വിറ്റില്ലെങ്കിൽ ടോട്ടൽ റവന്യൂ സീറോ ആയിരിക്കും. So this is the total revenue line. And break-even point is a point where total revenue equals total cost. So then at this point, the total revenue is equal to the total cost. Total revenue, total cost ന് equivalent ആണ് ഈ ഒരു പോയിന്റിൽ, റൈറ്റ്? ഈ ഒരു പോയിന്റിലാണ് ടോട്ടൽ റവന്യൂന്റെയും ടോട്ടൽ കോസ്റ്റിന്റെയും ഗ്രാഫ്സ് പരസ്പരം ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളത്. സോ അറ്റ് ദിസ് പോയിന്റ് total revenue will be equivalent to total cost and this point is the break-even point. At this point, there is no profit, no loss, operating income will be zero. And break-even point, units. എത്ര യൂണിറ്റ്സ്? ഇതാണ് യൂണിറ്റ്സ്, ഇതാണ് റവന്യൂ. സോ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ break-even point? സോ ഇൻ ഓർഡർ ടു അറ്റൈൻ break-even അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ വിൽക്കണം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ break-even point in units, which is equal to fixed cost divided by unit contribution margin. We get the break-even point in units. Fixed costൽ നിന്ന് contribution margin, unit contribution margin നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ we will be getting break-even point in units. And break-even point in dollar, എത്ര എമൗണ്ടിൽ, എത്ര രൂപയിൽ നമ്മൾ കിട്ടുന്നുള്ളത്, or just break-even point in units നമ്മളിവിടെ കണ്ടെത്തുമല്ലോ, അതേ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ fixed cost divided by contribution margin ratio, contribution margin ratio ഉണ്ട് ഇൻറ്റു ചെയ്യാം. or else break-even point units into unit selling price. നേരത്തെ കണ്ടുപിടിച്ച break-even point unitsനെ നമ്മൾ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് കണ്ടുപിടിച്ചാലും break-even point in dollars അല്ലെങ്കിൽ എമൗണ്ട് കിട്ടും. അതർവൈസ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ കണ്ടുപിടിക്കുക.
സോ ദിസ് ഇസ് ദ ബ്രേക്ക് ഇവൻ അനാലിസിസ് ആൻഡ് ദിസ് ദ മെയിൻ ക്രക്സ് ആണ്, അതിന്റെ ഒരു ബേസ് ആണ് ഇത്. ഹാവ് എ തറോ, ഇത് തറവാക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇറ്റ്സ് അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നേരത്തെ നമ്മൾ എന്താ പഠിച്ച ബ്രേക്ക് ഈവൻ, ഒരു പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു പോയിന്റ് അറ്റൈൻ ചെയ്യാൻ എത്ര യൂണിറ്റ്സ് വിൽക്കണം, എത്ര എമൗണ്ട് ആയിരിക്കണം നമ്മുടെ സെയിൽസ് എന്നാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആസ് വെൽ ആസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഡോളേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആസ് ദ പ്രോഫിറ്റ് റിക്വയർമെന്റ് ഓർ ടാർജറ്റ് പ്രോഫിറ്റ്. ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടാർജറ്റ് ഉണ്ടായിരിക്കും. ആ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂണിറ്റ്സ് വിൽക്കണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് സെയിൽസ് ഉണ്ടാക്കണം. നെക്സ്റ്റ്, സോ ടാർജറ്റ് പ്രോഫിറ്റ് ആസ് എൻ അബ്സല്യൂട്ട് എമൗണ്ട്. സോ ഇപ്പൊ എനിക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരു പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര യൂണിറ്റ്സ് വിൽക്കണം ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്കൊരു ടാർജറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അത് അബ്സല്യൂട്ട് എമൗണ്ട് ആണ്. സപ്പോസ് ഐ എം സെയിങ് ദാറ്റ് ഐ വാണ്ട് 1 lakh പ്രോഫിറ്റ്, ഐ വാണ്ട് 2 lakh പ്രോഫിറ്റ്, ഐ വാണ്ട് 50,000 പ്രോഫിറ്റ്, ഐ വാണ്ട് 1 million പ്രോഫിറ്റ്. അങ്ങനെ എമൗണ്ട് അബ്സല്യൂട്ട് എമൗണ്ടിൽ പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇഫ് മൈ ടാർജറ്റ് പ്രോഫിറ്റ് ഈസ് ഇൻ അബ്സല്യൂട്ട് ടേംസ്, ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഹൗ കുഡ് ഐ ഫൈൻഡ്, എങ്ങനെ എത്ര യൂണിറ്റ്സ് വിറ്റാലാണ് എനിക്ക് ആ പ്രോഫിറ്റ് വിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര സെയിൽസ് റവന്യൂ ഉണ്ടാക്കിയാലാണ് എനിക്ക് ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ദ സെയിം ഫോർമുല, fixed cost, desired sales units is equal to, in order to attain the target profit, how much sales should be made. So that desired sales units is equal to fixed cost plus target profit divided by unit contribution margin. Fixed cost ന്റെ കൂടെ ആ ടാർജറ്റ് പ്രോഫിറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ഡിസൈഡ് സെയിൽസ് യൂണിറ്റ്സ്. സോ മുന്നേ കാണിച്ച ഫോർമുലയിൽ വെച്ച് ഒരേ ഒരു മാറ്റുള്ളൂ. നേരത്തെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായി, ഈ ഒരു ടാർജറ്റ് പ്രോഫിറ്റ്, ഫിക്സഡ് കോസ്റ്റ് മാത്രം കവർ ചെയ്താൽ പോരാ, ഈ ഒരു ടാർജറ്റ് പ്രോഫിറ്റും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് വിൽക്കണം, അതിനെ നമ്മൾ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വി വിൽ ബി ഗെറ്റിംഗ് ദ ഡിസൈർഡ് സെയിൽസ് യൂണിറ്റ്സ് ഓർ നമ്പർ സെയിൽസ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ഇൻ ഓർഡർ ടു അറ്റൈൻ എ ടാർജറ്റ് പ്രോഫിറ്റ്. ഡിസൈഡ് സെയിൽസ് റവന്യൂ ആണെങ്കിലോ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫിക്സഡ് കോസ്റ്റിനെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുക, ഇനി ആ ടാർജറ്റ് പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈർഡ് സെയിൽസ് റവന്യൂ കിട്ടും. സോ നോക്കി, ഇതിലെന്താ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കിട്ടി. ഡിസൈർഡ് സെയിൽസ് യൂണിറ്റ്സ് ഒരു പ്രോഫിറ്റ് കൂടെ കിട്ടാനായിട്ട് എന്ത് ചെയ്യും, ഈ ഫിക്സഡ് കോസ്റ്റിന്റെ കൂടെ ഒരു ടാർജറ്റ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇനി എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ഡോളേഴ്സ്, എത്ര എമൗണ്ട് സെയിൽസ് റവന്യൂ ഉണ്ടാക്കിയാലാണ് നമ്മൾക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. ഇവിടെയാണെങ്കിലോ ഒരു പ്രോഫിറ്റ് കൂടെ നമ്മൾക്ക് വേണം. സോ ഡിസൈർഡ് സെയിൽസ് റവന്യൂ is equal to fixed cost plus target profit divided by contribution margin ratio. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ഇനി ഞാൻ പറഞ്ഞു ടാർജറ്റ് പ്രോഫിറ്റ് ആസ് എ അബ്സല്യൂട്ട് എമൗണ്ട്. ഒരു അബ്സല്യൂട്ട് എമൗണ്ട് ആണ് എന്റെ പ്രോഫിറ്റ്. എനിക്ക് 1 ലക്ഷം വേണം, 2 ലക്ഷം വേണം, 50,000 വേണം, 1 million വേണം. ദീസ് ആർ അബ്സല്യൂട്ട് എമൗണ്ട്സ്, റൈറ്റ്? സപ്പോസ് ഐ വാണ്ട് പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. സെയിൽസിന് ഇത്ര ശതമാനം പ്രോഫിറ്റ് വേണം എന്നുള്ളതാണ് എന്റെ റിക്വയർമെന്റ് എങ്കിൽ അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? സോ ഇഫ് ദ ടാർജറ്റ് എമൗണ്ട് പ്രോഫിറ്റ് ഐ വാണ്ട് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, സെയിൽസിന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണെങ്കിൽ ഹൈ കുഡ് ഐ അറ്റൈൻ ദാറ്റ്? Here the desired sales units is equal to fixed cost divided by adjusted contribution margin. നേരത്തെ നമ്മൾ എന്താ ചെയ്ത്, fixed cost plus the targeted profit if it is an absolute amount divided by contribution margin. ഇവിടെ എന്താ ചെയ്തേ, fixed cost divided by adjusted contribution margin. ഈ adjusted contribution margin എന്താണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ നിന്ന് കിട്ടും. അതിൽ നിന്ന് ടാർജറ്റഡ് പ്രോഫിറ്റ് കൂടി കുറയ്ക്കുക. സെയിൽസിന്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണല്ലോ നമ്മൾക്ക് വേണ്ട പ്രോഫിറ്റ്. ആ ഒരു പ്രോഫിറ്റ് കൂടെ കുറച്ച് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രോഫിറ്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും.
So that fixed cost divided by adjusted contribution margin, we get the desired sales units. If I want target profit as a percentage of sales, സെയിൽസിന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പ്രോഫിറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടും? വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ കോൺട്രിബ്യൂഷൻ മാർജിൻ. Adjusted contribution margin is equal to sales less variable cost less target profit. ഇനി ഡിസയേർഡ് സെയിൽസ് റവന്യൂ, എത്ര എമൗണ്ടിൽ റവന്യൂ ഉണ്ടാക്കിയാലാണ് എനിക്ക് ആ ടാർഗറ്റ് പ്രോഫിറ്റ് കിട്ടുക? എങ്ങനെയാ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. ഈ അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ എന്താണ്? അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ. വെറും കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ ആണെങ്കിലോ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ. അഡ്ജസ്റ്റഡ് ആവുമ്പോഴോ അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ divided by sales revenue, we will get the adjusted contribution. Clear? Is it clear? Yes. So I will show you. കാരണം ഇതാണ് റിലേഷൻ. ഒരു അന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാട്ട. കാണാപ്പാടം പഠിക്കുന്നതിനെക്കാട്ടിയും നിങ്ങളുടെ ബേസ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഫോർമുല ഉണ്ടല്ലോ, ഇത് ഈ ഫോർമുല, ഫിക്സഡ് കോസ്റ്റ് ബൈ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആൻഡ് ബ്രേക്ക് ഈവൻ ഇൻ സെയിൽസ് റവന്യൂ ഡോളേഴ്സിൽ അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ ഫോർമുല. അതിൽ നിന്ന് കുറച്ചും കൂടെ അഡീഷൻസ് അല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയതാണ് ഇനി വരുന്ന എല്ലാ ഫോർമുലാസും. സോ ബേസ് ഈസ് ദിസ്. ഇനി അടുത്ത എന്താ? ബ്രേക്ക് ഈവൻ. ഒരു ഡിസയേർഡ് പ്രോഫിറ്റ് കിട്ടണം. ആ പ്രോഫിറ്റ് അബ്സല്യൂട്ട് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ, ഡിസയേർഡ് സെയിൽസ് റവന്യൂ. റൈറ്റ്. സോ ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് മോഡിൽ ആഡ് ആയി. ഈ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ടേംസിൽ വേണമെന്നുണ്ടെങ്കിൽ സെയിൽസിന്റെ പെർസെന്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതൊരു വേരിയബിൾ കമ്പോണന്റ് പോലെയാ. സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രോഫിറ്റും കൂടും, സെയിൽസ് കുറയുന്നതിനനുസരിച്ചിട്ട് പ്രോഫിറ്റ്സും കുറയും. സോ ഇഫ് ദാറ്റ് ടാർഗറ്റ് പ്രോഫിറ്റ് ഇസ് റെപ്രസെന്റഡ് ആറ്റ് എ പെർസെന്റേജ് ഓഫ് സെയിൽസ്, സെയിൽസിന്റെ ഒരു പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വി വിൽ ബി അഡ്ജസ്റ്റിംഗ് ഇൻ ദ കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താ? സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. So if the target profit is a percentage of sale, സെയിലിന്റെ ഒരു പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മോർ ഓഫ് ലൈക്ക് എ വേരിയബിൾ കമ്പോണന്റ്, ഒരു വേരിയബിൾ കമ്പോണന്റ് പോലെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ കുറച്ചിട്ട് കോൺട്രിബ്യൂഷൻ മാർജിനെ അഡ്ജസ്റ്റ് ചെയ്യും, ആ ഒരു പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ. സോ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഡിസയേർഡ് സെയിൽസ് യൂണിറ്റ്സ്, desired sales revenue is equal to fixed cost divided by adjusted contribution margin ratio. Clear അല്ലേ? Clear? Okay. സോ ഇത്രയും നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ബിക്കോസ് നാളെ എടുക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേറൊരു പോർഷൻ ആണ്. സോ അതിന് പോകുന്നതിന് മുമ്പ് വി ഹാവ് ടു മേക്ക് തറോ വിത്ത് ദിസ് പോർഷൻ. ഈ പോർഷൻ നമ്മൾക്ക് തറോ ആവണം. സോ ഐ വിൽ ബി വർക്കിംഗ് ഔട്ട് യു എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. Okay.
Can you see this Word document? ഈ Word document കാണുന്നുണ്ടല്ലോ അല്ലേ? So, my question, first one, unit selling price. എഴുതുന്നത് visible ആണല്ലോ. Unit selling price $20. And variable cost per unit, variable unit is equal to $12. Fixed cost is equal to $160,000. Okay, first of all, what is unit contribution margin? First question. And next question, what is the break-even point in units? And break-even point in dollars. Dollars amount ennum parayam allengil revenue ennum parayam. So these are the questions. I want you to give me the answer. So first, unit contribution margin. എന്താണ് contribution margin? Sales. എന്താ unit contribution margin എന്ന് പറയുമ്പോൾ unit selling price minus unit variable cost അല്ലെ? ഒരു per unit variable cost കുറച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നതാണ് unit contribution margin. What is the unit selling price? It is $20 minus what is 12? What is $20 minus $12? It is and what in you formula and formula break-even point, fixed cost by unit contribution margin. What is fixed cost? Cost etraya? It is given in the question. It is 160,000 divided by contribution margin. Etra unit contribution margin is $8. So what is the answer? 160,000 divided by $8 is equal to not 20,000 units, right? 20,000 units വിറ്റാലാണ് എനിക്ക് പ്രോഫിറ്റ് ഇല്ല ലോസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തുള്ളൂ. ഇനി break-even point in dollars എങ്ങനെയാ കണ്ടുപിടിക്കുക? This is using the formula fixed cost divided by contribution margin ratio അല്ലേ? So contribution margin ratio നമ്മൾ contribution margin ratio ഇവിടെ നമുക്ക് unit selling price തന്നേക്കണേ. So unit selling price, so unit contribution margin divided unit selling price. എന്താണ് unit contribution margin? $8 divided by what is unit selling price? $20. So what is 8 by 20? What is $8 by 20? എത്രയാ? 0.4%, 40% or 0.4. This is my contribution margin ratio. And what is break-even point in dollars? Fixed cost is $160,000 divided by contribution margin is 0.4. So 160,000 divided by 0.4 is equal to what? $64,000. ഇതെല്ലാം വേറെ രൂപത്തിൽ എങ്ങനെ പിടിക്കാൻ പറ്റും? ബ്രേക്ക്-ഈവൻ പോയിന്റ് നമ്മൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഈ ബ്രേക്ക്-ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിന്റെ ഇൻറ്റു യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. വാട്ട് ഇസ് ബ്രേക്ക്-ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. it's not $20,000, it is 20,000 units. അതേ ഇൻറ്റു what is the unit selling price?
sorry, it's 400,000. Hello guys, are you all listening to me? I'm just made a mistake. Not a mistake. Chedu. Oh, done. Sorry. Andillato. Good. It is 400,000. ഒരു calculation ആയിരുന്നു. Into 20. 20,000 into 20 is equal to $400,000. This is my break-even point in units. അല്ലേ? ഇങ്ങനെയും നമ്മൾക്ക് കണ്ടുപിടിക്കാം. What it is saying that നമ്മളിവിടെ കണ്ടുപിടിച്ചു. എനിക്ക് കിട്ടി break-even point in units is 20,000. Break-even point in dollars is 400,000 എന്നും കൂടെ എനിക്ക് കിട്ടി. Right. So much. Like ഇതെന്താ കാണിക്കണ്ടാവുക? When I sell 20,000 units, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. ലെറ്റ്സ് ചെക്ക്. സെയിൽസ് റവന്യൂ എന്തായിരിക്കും? When I'm selling into 20, 400,000 അല്ലേ? From what variable cost? Variable cost എത്രയായിരിക്കും? 20,000 into what is the unit variable cost? 12. 20,000 into 12 ഞാൻ കുറച്ച് കളഞ്ഞാൽ എത്രയായിരിക്കും? 40,000. Right. ഞാൻ 240,000 കുറച്ച് കളഞ്ഞു. What will be contribution margin? 400,000 minus 240,000 will be 160,000. Right. I have to deduct what? Fixed cost. എത്രയാണ് എൻ്റെ fixed cost? 160,000. So what is my operating income? Oh, so when I sell 20,000 units, or when I make a break-even revenue of 400,000, my operating profit will be 0, or I am at break-even point എന്നാണ് അത് കാണിക്കുന്നുണ്ടാവുക. Got it? So എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു സെൽ ബിയോണ്ട് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിന് കഴിഞ്ഞിട്ടും ഞാൻ സെൽ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. So are you clear with this break-even point calculation? Clear ആണോ? Sorry. Are you clear with this break-even point calculation? Okay. Okay. So this is the base ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ break-even പോയിന്റിന്റെ കാൽക്കുലേഷൻ. നെക്സ്റ്റ് ഇനി നമ്മൾക്ക് അടുത്തത് എടുക്കാനുള്ള ടോപ്പിക് break-even വോളിയത്തിന്റെയും ഈ ടാർഗറ്റ് പ്രോഫിറ്റിന്റെ പ്രീ ടാക്സും പോസ്റ്റ് ടാക്സും ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഓൾ ടോപ്പിക്സ് വി വിൽ ഡു ടുമോറോ. സോ ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്. So in the topics that we have discussed today, do you have any doubts? This was just an introduction. നമ്മുടെ ഒരു decision analysis അല്ലെങ്കിൽ പാർട്ട് 2 തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഇൻട്രോസെക്ഷൻ ആയിരുന്നു. ആർ യു ക്ലിയർ വിത്ത് ദിസ്? ഞാൻ ഡിസ്കസ് ചെയ്ത ഇന്നത്തെ കാര്യത്തിൽ ക്ലിയർ ആണോ? ഐ ഹോപ്പ് നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് എ റിമൈൻഡർ ഓഫ് വാട്ട് യു ഹാവ് ലേൺഡ് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. മുന്നേ നിങ്ങൾ പഠിച്ചതിന്റെ ഒരു റിമൈൻഡർ ആയിട്ട് എടുത്താൽ മതി. ആർ യു ക്ലിയർ? Okay. So can we sales and sales revenue difference and sales and sales revenue are the same. Sales units and sales revenue are different, right? Sales revenue എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻകം കിട്ടണതിനാണ് റവന്യൂ എന്ന് പറയണ്ടാവുക. ആ ഇൻകം കിട്ടുന്നത് എങ്ങനെയാ? സെയിൽസ് വഴി. വി കുഡ് ജസ്റ്റ് സേ സെയിൽസ്
or we could say sales revenue എന്നും കൂടെ പറയാം. സെയിൽസ് റവന്യൂ, സർവീസ് റവന്യൂ എന്നും പറയാം, സെയിൽസ് ഇൻകം, സർവീസ് ഇൻകം എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് സെയിൽസ് എന്നും കൂടെ നമുക്ക് പറയാവുന്നതാണ്. യൂഷ്വലി നമ്മൾ സെയിൽസ് റവന്യൂ എന്നാണ് പറഞ്ഞ് കാണാറ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സെയിൽസ് യൂണിറ്റ്സ് ആൻഡ് സെയിൽസ് റവന്യൂ ഡിഫറെന്റ് ആണ്. സോ ആരാ ചോദിച്ചത്? ഹരിജിത്ത്. സെയിൽസ് ആൻഡ് സെയിൽസ് റവന്യൂ രണ്ടും സെയിം ആണ്. ഇവിടെ നമ്മൾ സെയിൽസ് എന്നും പറയാം, അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് എഴുതുന്നത് കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ ആണോ? ഹലോ, ആരാ? ഞാൻ ഹരിജിത്ത്. പറഞ്ഞോ ഹരിജിത്ത്, പറഞ്ഞോ. മാം നേരത്തെ പറഞ്ഞില്ല അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ, പിന്നെ മാർജിൻ റേഷ്യോ. അതിലാ മാർജിനില് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ടാർഗറ്റ് പ്രോഫിറ്റ് ആണ്. പിന്നെ മാർജിൻ റേഷ്യോയില് അഡ്ജസ്റ്റഡ് മാർജിൻ കോൺട്രിബ്യൂഷൻ മൈനസ് അല്ല ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ആണ്. അപ്പോ ആ അഡ്ജസ്റ്റഡ് മാർജിൻ കോൺട്രിബ്യൂഷനില് ഈ പറഞ്ഞ സെയിൽസും ഒരു കോമ്പണന്റ് അല്ലേ? അതെ, പക്ഷെ ആവില്ലേ? അതാ ഞാൻ ഡൗട്ട് വന്നത്. 2 തവണയായിട്ട് ആവില്ലെന്ന് പറഞ്ഞാ ഓക്കെ, ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എടുക്കുന്നതല്ലേ? അതാ. എടാ അതങ്ങനെ വരില്ലടാ. അത് അങ്ങനെ ഒരു കോമ്പോണന്റ് ആയിട്ട് നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ 2 ഫിഗേഴ്സിന്റെ ഒരു റിലേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ നമ്മുടെ സെയിൽസും ഈ കോൺട്രിബ്യൂഷൻ, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റും മറ്റു ടാർഗറ്റ് പ്രോഫിറ്റും കുറച്ച് കളഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഫിഗർ ആണ് അഡ്ജസ്റ്റഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അത് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. ചിലപ്പോ നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ നമുക്കറിയാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നമ്മുടെ സെയിൽസ് പ്രൈസ് അല്ലേ? കോസ്റ്റ് ഒരു 60% ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 40%. അതും കൂടെ ചേർന്നതായിരിക്കും നമ്മുടെ സെയിൽ പ്രൈസ്. അപ്പോൾ സെയിൽ പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ കോസ്റ്റ് എന്നും പ്രോഫിറ്റ് എന്നും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഒരു 60% ആണെങ്കിൽ റിമൈനിങ് 40% എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കില്ലേ? അതേപോലെ തന്നെ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ, അതായത് സെയിൽസിൽ നിന്ന് മറ്റ് വേരിയബിൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് പോലെയാണ് നമ്മുടെ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ സെയിൽസിന്റെ എത്ര ശതമാനമാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽസ് റവന്യൂ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അതിൽ നിന്ന് നമ്മുടെ എന്താ പറയാ വേരിയബിൾ കോസ്റ്റുകളൊക്കെ കുറച്ച് കളഞ്ഞിരുന്നു. ഓൾറെഡി കോൺട്രിബ്യൂഷൻ മാർജിൻ വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ടെന്നുണ്ടതിന്റെ അർത്ഥം എന്താ? വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കളഞ്ഞിരുന്നു. കാരണം വേരിയബിൾ കോസ്റ്റ് കൂടെ കുറച്ച് കളഞ്ഞാലല്ലേ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുള്ളൂ. സോ വി ഹാവ് ഓൾറെഡി അബ്സോർബ്ഡ് അവർ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഓൾറെഡി അബ്സോർബ് ചെയ്തു. ഇനി ഏത് കോസ്റ്റ് കൂടിയാണ് നമ്മൾ കവർ ചെയ്യാൻ ബാക്കിയുള്ളൂ? നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ അവിടെ എടുക്കുന്നുണ്ടാവുക. മനസ്സിലായാ അരിജിത്ത്? അവിടെ ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ സെയിം കാര്യം വന്നതിന്റെ പേരിൽ റിലേഷൻ അങ്ങനെയല്ല. മറ്റേതിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ കോൺട്രിബ്യൂഷൻ മാർജിൻ സെയിൽസിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഈ സെയിൽ പ്രൈസിന്റെ തന്നെ ഒരു കമ്പോണന്റ് ആണ്. ഈ സെയിൽ പ്രൈസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും? നമ്മുടെ കോസ്റ്റ് ഉണ്ടാവും, നമ്മുടെ പ്രോഫിറ്റും ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സെയിൽ പ്രൈസിന്റെ എത്ര ശതമാനമാണ് നമ്മുടെ ഈ പ്രോഫിറ്റ് എന്നാണ് നമ്മളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഹരിജിത്ത് ക്ലിയർ ആണോടാ? ഓക്കെ. സോ എനിവൺ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാരണം ഐ എം ഗിവിംഗ് യു സം ടൈം ടു മേക്ക് തറോ വിത്ത് ദിസ് ടോപ്പിക്, റൈറ്റ്? ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തറവാകാനാണ്. കാരണം അത് കഴിഞ്ഞിട്ടുള്ളത് പോകുമ്പോൾ വീണ്ടും കുറെ ഫോർമുലാസ് ഇങ്ങനെ വരുമ്പോൾ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആകും. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ച ബേസ് നമ്മൾക്കൊന്ന് കറക്റ്റ് ആക്കാം. കറക്റ്റ് ആക്കിയിട്ട് നമ്മൾക്ക് മറ്റു ഫോർമുലാസിലോട്ട് പോകാം. സോ ഒരു റിലേഷൻ പോലെ പഠിക്കാം. സോ ടുമാറോ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ചെറിയ സിമ്പിൾ നമ്മൾക്ക് എടുക്കുന്ന എക്സാമ്പിൾസ് ഇട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അത് തറവാക്കി അടുത്ത ഓരോന്നിന്റെയും കണക്ഷൻ ആയിട്ട് നമുക്ക് പോകാം. അതുകൊണ്ടാണ് ഐ ആം സ്റ്റോപ്പിംഗ് ഇറ്റ് റൈറ്റ് നൗ. സോ ക്ലിയർ? ക്ലിയർ ആണോ? So can we wind up the class for today?
Okay. So tomorrow again 2 hour session will be there. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾക്ക് ഇതിലോട്ട് പോകാം. So tomorrow, I hope by tomorrow നമ്മൾക്ക് അതിലത്തെ മെയിൻ ആയിട്ടുള്ള മേജർ പോർഷൻസിന്റെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ ദാറ്റ് ഒരു 2 days കൂടെ നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി വർക്കിംഗ് ഔട്ട്. മെയിൻ ആയിട്ട് നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്താ, പ്രോബ്ലംസ്, മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം എക്സ്പോഷർ ടു ക്വസ്റ്റ്യൻസ് കിട്ടുക എന്നുള്ളതാണ്. സോ എന്റെ മെയിൻ എയിം ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ട്രൈ നമ്മൾക്ക് കിട്ടാവുന്ന സോഴ്സസിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എടുത്തിട്ട് അത് നമുക്ക് ക്ലാസ്സസിൽ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. So I'm winding up today's class. Do anyone have to say something? ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Okay. So thank you all for your cooperation and keep continuing the spirit, right? Your spiritum, your എന്താ പറയാ, റെസ്പോൺസും, like when asking you just respond, and doubts ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, continue it, and we will see tomorrow afresh with the same topic. പുതിയ topic അല്ല, same topic. And by that time, bye everyone and good evening and have a nice day.